ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള സർവേ തുടങ്ങി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളുടെ പ്രാഥമിക രൂപരേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു സർവേ. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് മെയ് 23-ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ചരക്ക് നീക്കം, ആംബുലൻസ് സേവനം എന്നിവയാണ് റോപ്പ് വേ പ്രവർത്തിക്കുക. ഇങ്ങനെ ഇതിലെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും ഏരിയ ഫോറസ്റ്റിൻ്റെതായിട്ടാണ് കിടക്കുന്നത്. അതിന് ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്ത എൻ്റെ റിപ്പോർട്ടിൽ ഒരു പ്രപ്പോസൽ ഞാൻ വച്ചിരുന്നു. പമ്പ ഹിൽ ടോപ്പ് മുതൽ മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപം വരെയാണ് നിർദ്ദിഷ്ട റോപ്പ് വേ. സാധ്യതാ പഠനത്തിന് ശേഷമുള്ള പ്രാഥമിക ധാരണകൾ ഇങ്ങനെ: പമ്പയ്ക്കും സന്നിധാനത്തിനുമിടയിൽ 5 ടവറുകൾ, ഇവയ്ക്ക് 60 മീറ്റർ പൊക്കം, റോപ്പ് വേക്ക് 12 മീറ്റർ വീതിയും 2.8 മീറ്റർ നീളവും ഉണ്ടാകും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വനത്തിലെ 50 മരങ്ങളാണ് മുറിച്ചു മാറ്റുക. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പൂജാ സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളും എത്തിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസായി ഉപയോഗിക്കുന്നതിനുമായ റോപ്പ് വേ ആണ് ഉദ്ദേശിക്കുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പൂജാ സാമഗ്രികളും മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളും നിലവിലെ ട്രാക്ടർ മുഖേനയാണ് എത്തിക്കുന്നത്. ഇതൊഴിവാക്കി ഒരു റോപ്പ് വേ പ്രൊജക്റ്റ് മാസ്റ്റർ പ്ലാന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ റോപ്പ് വേ പ്രൊജക്റ്റിൻ്റെ സർവേ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം മുൻപിനാലെ പൂർത്തീകരിച്ചിരുന്നു. ആ സർവേ സ്കെച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കൺസൾട്ടൻ്റ് ഒരു ഡിസൈൻ തയ്യാറാക്കുകയും പ്രസ്തുത ഡിസൈൻ അനുസരിച്ച് ഈ ഭാഗത്തുള്ള മരംമുറി വളരെ അധികമായിരുന്നു. 150 കോടിയാണ് നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2011-ലാണ് റോഡ് വേ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത്. 2019-ൽ ആദ്യ സർവേ നടന്നു. അന്നത്തെ സർവേയിലെ നിർദ്ദേശങ്ങൾ വനം വകുപ്പിന് സ്വീകാര്യമായിരുന്നില്ല. പുതിയ അലൈൻമെന്റ് വനം വകുപ്പിനും സ്വീകാര്യം. സർവേ സംഘത്തിലെ അഭിഭാഷക കമ്മീഷൻ മെയ് 23-ന് ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. ജനം, പത്തനംതിട്ട.